ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ക്ലബ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇതുപോലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഗ്രീൻ ചട്നി തയ്യാറാക്കിയെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിയിലയും ഒരു ടേബിൾ സ്പൂണ് മിൻറ്റ് ലീവ്സും, ഒരു 2 പച്ചമുളകും, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് നമുക്കൊരു തിക്ക് ചട്നി തയ്യാറാക്കി എടുക്കണം. ഇനി 2 ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു ലെയറായിട്ട് നമ്മൾ ഈ പൊട്ടറ്റോ മസാലയാണ് വെക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് കുറച്ച് പച്ചക്കറികൾ വേണം. ഒരു കുക്കുംബർ വട്ടത്തിൽ അരിഞ്ഞത്, ഒരു പകുതി കുക്കുംബർ, 1-2 തക്കാളിയും കുറച്ച് ഓണിയൻ റിങ്സും. നമ്മളതിന് ബ്രെഡ് എടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ പുരട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രീൻ ചട്നി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ വെറ്റായിട്ട് പോവും. ഇനി ഗ്രീൻ ചട്നി 1.5 ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പൊട്ടറ്റോ മസാല വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ആക്കി കൊടുക്കണം. ഇനി അടുത്ത ബ്രെഡിലേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് പുരട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ബ്രെഡിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും. ഇനി ചീസ് വെച്ച് കൊടുക്കാം. ക്രീം ചീസ് ആണെങ്കിൽ ക്രീം ചീസ് വെച്ച് കൊടുക്കാം. ഇനി മയോണൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ പച്ചക്കറികൾ വെച്ച് കൊടുക്കണം. തക്കാളിയും കുക്കുംബറും ഓണിയൻ റിങ്സും ഒക്കെ വെച്ച് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഉപ്പും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ചീസിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കെച്ചപ്പ് തേച്ച ബ്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുകളിൽ കുറച്ച് കൂടെ ബട്ടർ ഇട്ട് നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും ഏകദേശം. നമ്മൾ ബട്ടർ പുരട്ടിയിട്ട് ഗ്രീൻ ചട്നി വെക്കുന്നത് കൊണ്ട് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പുറം ഭാഗം കിട്ടും. അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് വെറ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്തതും നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചാൽ മതി. 1-2 വെക്കാം, ഒന്നെങ്കിലും 1 വെച്ചാൽ മതി. 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ആയിട്ടുണ്ട്. നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും കൊടുക്കാം. പിന്നെ വീക്കെൻഡിലൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.